ഹായ് ഹലോ നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ദേ ഇവിടെ പെട്ടി പാക്കിങ് നല്ല തകൃതിയായിട്ട് നടക്കുകയാണ് കേട്ടോ. വിഷുവിന് മുമ്പ് നാട്ടിൽ ചെല്ലുന്നു, വിഷു നാട്ടിൽ ആഘോഷിക്കുന്നു, പാല് കാച്ചൽ, എന്തൊക്കെ ബഹളമായിരുന്നു. ഇതെല്ലാം കൂടി ആലോചിച്ച് കാവടി തുള്ളിയിരുന്ന ഞാൻ. ഇതിൻ്റെ ചൂട് പോരാത്രേ, നാടെങ്ങും ഇലക്ഷൻ ചൂടിലാണ്. അതുകൊണ്ട് ആ ചൂടുള്ള സ്ഥലത്തേക്ക് പറഞ്ഞു വിടുകയാണ് ഗൈസ്. അങ്ങനെ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോവുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ പ്രാവശ്യവും പാല് കാച്ചിൽ നടന്നില്ല. സിനിമയിലൊക്കെ പറയുന്ന പോലെ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ, കാത്തിരിക്കാം. അപ്പോൾ കാര്യത്തിലേക്ക് വരാട്ടോ. 31-ാം തീയതി ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കാണ് കേട്ടോ അറിയുന്നത് 1-ാം തീയതി ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോകണം എന്നുള്ളത്. ആക്ച്വലി 3-4 ദിവസം മുമ്പേ തന്നെ പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് ആൾക്കാർ അതിന് മുന്നേ തന്നെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ച എന്താ, നമ്മളൊക്കെ ഔട്ടായി, ഇനി പോകേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് 31-ാം തീയതി ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴേക്കും അവർ പറയുന്നത് 1-ാം തീയതി രാവിലെ റിപ്പോർട്ട് ചെയ്യണം അത്രേ. പോരാത്തതിന് 1-ാം തീയതി നന്ദുമോൻ്റെ സ്കൂൾ തുറക്കുന്ന ദിവസം കൂടി ആയിരുന്നു കേട്ടോ. പിന്നെ ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു. കുട്ടിക്ക് പുസ്തകം വാങ്ങിയില്ലെന്നോ എന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വില പോകില്ല. കാരണം ഇങ്ങോട്ട് വാന്ന് വിളിച്ചാൽ ഇങ്ങോട്ട് തന്നെ വരണം. അല്ലെങ്കിലും ഇവർ മിലിറ്ററിയിൽ കയറി 1 വർഷത്തെ ട്രെയിനിങ് കൊണ്ട് തന്നെ അവരുടെ ശരീരം ഉരുട്ടിപ്പരട്ടി എടുക്കുന്ന പോലെ തന്നെ അവരുടെ മനസ്സും അതേപോലെ സ്ട്രോങ് ആക്കി ആക്കിയാണ്ടോ അവർ വെളിയിലേക്ക് ഇറങ്ങുന്നത്. അത് കഴിഞ്ഞിട്ടോ അതേപോലുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു പോസ്റ്റിങ്ങും കൂടി അങ്ങ് കൊടുക്കും. അപ്പോൾ 1-2 വർഷം കൊണ്ട് തന്നെ അവർ സെറ്റ്. അത് കഴിഞ്ഞ് ഒരു ഫാമിലി ആകുന്നു. പിന്നെ കൂടെ കൂടുന്ന ആളിനെ അവർ ട്രെയിൻ ചെയ്യിപ്പിക്കും. അങ്ങനെ അവരുടെ ട്രെയിനിങ് ഒക്കെ കൂടിയിട്ട് മാക്സിമം ഒരു 2 വർഷം അങ്ങനെ നമ്മളും സെറ്റ്. അതുകൊണ്ട് ഇതൊക്കെ ഒരു മിലിറ്ററിക്കാരൻ്റെ ലൈഫിൽ പതിവുള്ളതാണ് കേട്ടോ, അതറിയാം. അതുകൊണ്ട് ഇപ്പോൾ നോ പ്രോബ്ലം. ഒന്നുകിൽ ഇലക്ഷൻ ഡ്യൂട്ടി അല്ലെങ്കിൽ ടെമ്പററി ഡ്യൂട്ടി, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വന്നും പോയി ഇരിക്കും കേട്ടോ. ഇനി എന്തൊക്കെ പറഞ്ഞാലും ക്വാർട്ടേഴ്സ് ലൈഫ് എന്ന് പറയുന്നത് അതൊന്ന് വേറെ തന്നെയാണ്. പല സ്ഥലങ്ങളിലുള്ള ആൾക്കാർ ഒരുമിച്ച് ഒരേപോലെ നിൽക്കുന്നു. അവിടെ അതുവരെ നമ്മൾ സംസാരിച്ച് പരിചയമില്ലാത്ത ഭാഷ നമ്മൾ പഠിക്കുന്നു. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു ചെയ്യുന്നില്ല എന്ന് നോക്കാൻ ഇവിടെ ആരുമില്ല. അതുകൊണ്ട് ആരും നമ്മളെ കുശുമ്പിൻ്റെ കണ്ണിലോ അസൂയയുടെ കണ്ണിലോ കാണാനില്ല. നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇതൊക്കെയല്ലേ വേണ്ടൂ. പിന്നെ ഒരു സ്ഥലത്ത് നിന്ന് അടുത്തൊരു സ്ഥലത്തേക്ക് പോസ്റ്റിങ് പോയാലോ ഉള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നു. അങ്ങനെ പല സ്ഥലങ്ങൾ കണ്ട് നമ്മുടെ ലൈഫ് നമുക്ക് എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് കാണുന്ന എത്ര ആൾക്കാർ ഇതേപോലെ ക്വാർട്ടേഴ്സിലൊക്കെ താമസമുണ്ട് ഉള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണേ. അപ്പോൾ അതെ, പെട്ടി പാക്കിങ് നടക്കുകയാണ്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മളൊരു ലിസ്റ്റ് അങ്ങ് എഴുതി വെക്കും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചാണ് പാക്ക് ചെയ്യുന്നത്. ഒന്നും മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതെന്താണ്, മെഡിസിൻസ്. അപ്പോൾ ഡോളോയുടെ ടാബ്ലറ്റ് ഉണ്ടാവും. പിന്നെ വയറുവേദന, വയറിളക്കം, ഛർദിൽ, ഇതിൻ്റെയൊക്കെ ടാബ്ലറ്റ് മസ്റ്റാണ് കേട്ടോ. അതൊക്കെയാണ് കൊണ്ടുപോകുന്നത്. പിന്നെ അതല്ലാണ്ട് വെക്കുന്നത് മോസ്കിറ്റോ നെറ്റ്, മോസ്കിറ്റോ സ്പ്രേ, പിന്നെ പ്ലേറ്റ്, കപ്പ്, ടോർച്ച് മസ്റ്റാണ് കേട്ടോ. കാരണം അവിടെ ചെന്ന് കഴിയുമ്പോൾ നൈറ്റ് ഡ്യൂട്ടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ വെളിയിൽ അങ്ങനെ വെളിച്ചമൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ടോർച്ച്, പിന്നെന്താണ് സിവിൽ ഷൂ, യൂണിഫോം. പിന്നെന്ന് വെച്ചാൽ അവിടെ ചെല്ലുമ്പോൾ ഇവർക്ക് ഏതെങ്കിലും ഒരു സ്കൂളായിരിക്കും കേട്ടോ കിട്ടുന്നത്. അപ്പം അവിടെ നിലത്ത് കിടന്നിട്ടായിരിക്കും ഉറങ്ങേണ്ടത്. അപ്പം നിലത്ത് വിരിക്കാനുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ്, ഡെറി, ബെഡ്ഷീറ്റ്, ഇതൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ റൈഫിളിൻ്റെ ഉണ്ടയിടുന്ന പൗച്ച്, ഇതൊക്കെയാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് കാര്യങ്ങളും നമ്മൾ 31-ാം തീയതി രാത്രി തന്നെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 1-ാം തീയതി രാവിലെ എണീറ്റിട്ട് തലാണയും കൂടി വെച്ചിട്ട് നമ്മൾ പെട്ടി അങ്ങ് അടച്ചു കേട്ടോ. ഈ ട്രോളി ബാഗിനകത്തോട്ട് ഞാൻ ഈ ആഴ്ചയിലാണ് കേട്ടോ വിൻ്ററിൻ്റെ ഡ്രസ്സെല്ലാം കഴുകി മടക്കി അങ്ങോട്ട് വെച്ചതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തന്നെ ആ ബാഗ് വെളിയിലോട്ട് തന്നെ എടുത്തു. അപ്പോൾ ആ ഡ്രസ്സെല്ലാം കൂടി ഞാൻ അവിടെ ഇരിക്കുന്ന ഷെൽഫിലേക്ക് പറക്കി വെച്ചിട്ടുണ്ട്. ഇനി അതെല്ലാം ഒരു സഞ്ചിയിലോ മറ്റോ പറക്കിയെടുത്ത് വെക്കണം. അതല്ലാണ്ട് ഇവിടെ വേറെ വെക്കാൻ സ്ഥലമൊന്നും ഇല്ല കേട്ടോ. അപ്പം അങ്ങനെ രാവിലെ ഞങ്ങൾ റെഡിയായി ഇറങ്ങാൻ പോവാണ് കേട്ടോ. അങ്ങനെ ആക്ച്വലി ഇവിടുന്ന് ഷിഫ്റ്റ് ബസ് പോകുന്നുണ്ട്. രാവിലെ 5:15 പോകും കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു അതിൽ പോകണ്ട, 6 മണിയാകുമ്പോഴത്തേനും ഞാൻ കൊണ്ടുവിടാം, 7 മണിക്കവിടെ റിപ്പോർട്ട് ചെയ്താൽ മതി. അപ്പം നാസ്തയൊക്കെ കഴിച്ചിട്ട് പോവാമല്ലോ. അതുകൊണ്ട് 6 മണിയാകുമ്പോൾ ഞാൻ കൊണ്ടുവിടാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 10 മിനിറ്റ് മുമ്പേ ഇറങ്ങി. കാരണം വന്നിട്ട് നന്ദുമോനും കൂടി പോകേണ്ടതുകൊണ്ട് ഞങ്ങളൊരു 5:50 ആയപ്പോഴത്തേനും ഇറങ്ങി കേട്ടോ. അപ്പം നന്ദുമോൻ്റെ റെഡിയായി വന്നിട്ടുണ്ട്. അവൻ സോക്സ് ഇട്ടുകൊണ്ടിരിക്കുക. അപ്പം അവന് 6:45 ബസ് വരും. അപ്പം അങ്ങനെ ഇറങ്ങി. വെളിയിൽ ഇപ്പം നല്ല വെട്ടമാണ് കേട്ടോ. ഇനി ഒരു 4 മണിയൊക്കെ ആകുമ്പോഴേ ഇതേപോലെ ഇങ്ങനെ വെട്ടമായിട്ട് ഇനി കിടക്കും. ഇനി അങ്ങോട്ടുള്ള ദിവസമൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ.
അപ്പം ഡിക്കിയിൽ ബാഗൊക്കെ വെച്ചു. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ രാവിലെ പോകുന്ന സമയത്ത് റോഡൊക്കെ നല്ല കാലിയായിരിക്കും, രാവിലെ അങ്ങനെ തിരക്കൊന്നും ഉണ്ടാവാറില്ല, അപ്പോൾ പെട്ടെന്ന് തന്നെ എത്തും. അപ്പം അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് മെട്രോ സ്റ്റേഷൻ്റെ അടുത്ത് എത്തി കേട്ടോ. അപ്പം രാവിലെ കണ്ടില്ലേ, നല്ല കാലി റോഡാണ്. അപ്പോൾ ഇതിന് മുമ്പൊക്കെ ഇട്ട വീഡിയോയിൽ എന്നോട് കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബുദ്ധിവിഹാറിലൊക്കെ മലയാളീസ് ഉണ്ട്, പിന്നെ പീതംപുര ഉള്ളവരുണ്ട്, അങ്ങനെ കുറച്ച് ആൾക്കാർ എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളുടെ അടുത്തുള്ള മെട്രോ സ്റ്റേഷൻ ഇത് റിട്ടാല മെട്രോ സ്റ്റേഷനാണ് കേട്ടോ. അപ്പം അടുത്തൊന്നും പറയാൻ പറ്റില്ല, ഞങ്ങൾക്കൊരു 10-12 കിലോമീറ്റർ ഉണ്ട്. ഞാൻ ഓൾറെഡി ഇത് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ അടുത്തുള്ള മെട്രോ സ്റ്റേഷൻ, റിട്ടാലയാണ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റോഡ് ഇങ്ങനെ രാവിലെ മാത്രമാണ് കേട്ടോ ഇതിങ്ങനെ കാലിയായി കിടക്കുന്നത്. ഒരു 7:30 ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു സൂചി ഇട്ടാൽ താഴെ വീഴില്ല. അതാണ് ആ റോഡിൻ്റെ അത്രയ്ക്ക് ഭയങ്കര ബ്ലോക്കായിരിക്കും. അപ്പോൾ അങ്ങനെ ഏട്ടൻ അവിടെ റൈഫിൾ എടുക്കുന്നിടത്ത് നമ്മൾ കൊണ്ടുവന്നു. പിന്നെ അവിടെ ഡ്യൂട്ടിക്കാരൊക്കെ ഉണ്ടായിരുന്നു, ഗേറ്റിലും ഡ്യൂട്ടിക്കാരൊക്കെ ഉള്ളത് കൊണ്ട് അവിടെ ഒന്നും ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. അങ്ങനെ ഏട്ടൻ ബാഗൊക്കെ എടുത്തിട്ട് അകത്തേക്ക് പോയി. അപ്പോൾ തന്നെ പിന്നെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചിങ്ങ് വന്നു. അപ്പം നന്ദുവിന് പിന്നെ രാവിലെ ഞാൻ ഓൾറെഡി കടലക്കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ അപ്പം കൂടി ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. പിന്നെ അവൻ രാവിലെ അങ്ങനെ നാസ്ത കഴിക്കില്ല കേട്ടോ, ഒന്നുകിൽ പാല് കുടിക്കും ഇല്ലെങ്കിൽ ബനാന ഷേക്കോ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത്. അപ്പം പിന്നെ അപ്പം കടലക്കറിയൊക്കെ ആക്കി അവന് ലഞ്ച് കൊടുത്തു. അവന് 4th ക്ലാസ്സിലെ ഫസ്റ്റ് ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ അവനെ ഗേറ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകാണ്. 1-ാം തീയതി വൈകുന്നേരം ആയപ്പോഴേക്കും ശ്രീ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ തിരിച്ചു വരികയാണ്, നീ വണ്ടി എടുത്തിട്ട് പിക്ക് ചെയ്യാൻ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി വരണ്ട, ഞാൻ ബസ്സിന് അങ്ങ് പോക്കറ്റ് 5ൻ്റെ അടുത്തേക്ക് വരാം, അവിടെ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ പോക്കറ്റ് 5 നിങ്ങൾക്കറിയാമെന്ന് വിചാരിക്കുന്നു, ഞാൻ ഇതിനു മുമ്പ് ഒരു മാർക്കറ്റിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് ഇവിടെയാണ് കേട്ടോ. അപ്പം അവിടം വരെ ബസ്സിൽ വന്നു. അപ്പോൾ അന്നത്തെ ദിവസം ഞങ്ങൾ പിക്ക് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോയി. പിന്നെ അടുത്ത ദിവസം രാത്രി 11 മണിക്കുള്ളൂ അത്രേ ട്രെയിന്. അപ്പോൾ ഉച്ചയാകുമ്പോഴത്തേന് പോയാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ അടുത്ത ദിവസം ഉച്ചയായപ്പോഴേക്കും ചോറൊക്കെ കഴിച്ചിട്ട് ഞാൻ വീണ്ടും പോക്കറ്റ് 5ൻ്റെ അവിടെ കൊണ്ടുവിട്ടു. അപ്പം ഇതുവഴി റിട്ടാലേക്ക് ബസ് പോകുന്നുണ്ട്, അപ്പം ബസ്സിൽ കയറി പൊക്കോളാന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ പറയുമായിരുന്നു എങ്കിൽ പിന്നെ അവർക്ക് 2-ാം തീയതി വിളിപ്പിച്ചാൽ പോരായിരുന്നോന്ന്. അപ്പോൾ ഏട്ടാ എന്നോട് പറയാണ്, അതൊന്നും നമ്മുടെ കയ്യിലല്ലല്ലോ, അവർ വിളിപ്പിക്കുമ്പം നമ്മൾ ചെല്ലുകയെന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് എന്നപ്പോഴേക്കും ബസ് വന്നു. അങ്ങനെ ഏട്ടൻ അതിൽ കയറി പോയിട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അടുത്തത് വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.